നിതിൻ. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. പാല അല്ലേ? പാല എവിടെയാണ് എക്സാക്ട് സ്ഥലം? പാല എക്സാക്ട്ലി പ്രവിത്താനം എന്ന് പറയും. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാനിപ്പം പരിയാരം, കണ്ണൂർ പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ ഫൈൻ. അപ്പോ ഇന്ന് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? സ്പെഷ്യൽ ആയിട്ടൊരു സ്പോട്ട് ഡബിംഗ് ഉണ്ട്. അതിനു മുമ്പേ കുറച്ച് താരങ്ങളും കൂടെ ചെയ്യാനാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യം തന്നെ ഒരു വെറൈറ്റി ആയിട്ട്, ഒരു പക്ഷേ ഇതുവരെ ആരും ചെയ്തിട്ടുണ്ടാവില്ല. നമ്മളൊക്കെ 90s കിഡ്സ് ആണ്, അല്ല 80s കിഡ്സ് ആണ്, 80s and 90s കിഡ്സ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യം കണ്ടൊരു സിനിമയായിരുന്നു കാബളിവാല. അതിലെ ഒരു നായകനാണ് വിനീതേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഒരു ലൈവ് വോയിസും പിന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം കേരള സ്റ്റേറ്റ് അവാർഡ്സ് വാങ്ങിച്ചു കൊടുത്ത വിവേക് ഒബ്രോയ്ക്ക് ലൂസിഫറിലെ വില്ലൻ ബോബിക്ക് ചെയ്ത ഒരു അതൊരു വാസ്തവമാണ്. ഇപ്പോൾ ഒരു നർത്തകൻ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ഒരു മിസ്കൺസെപ്ഷനാണ്. കാരണം ഞാനത് പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഡാൻസ് പഠിച്ചതുകൊണ്ട് ശ്രൈണഭാവം വരണമെന്നില്ല. ഡാൻസിൽ ലാസ്യമുണ്ട്. ഇപ്പം പുരുഷനല്ല, ഇപ്പം നമ്മുടെ ട്രഡീഷൻ പ്രകാരം ഇറ്റ്സ് ഫോർ ബോത്ത് മെൻ ആൻഡ് വിമൻ, ക്ലാസിക്കൽ ഡാൻസ്. സോ ആ നളിനം, ആ ഒരു ഗ്രേസ് മാക്സിമം റിഫൈൻഡ്, അത് ശ്രൈണതയായിട്ട് യു കാൻറ്റ് കോൾ ഇറ്റ് അഫെമിനേറ്റ്. ഓക്കേ, നെക്സ്റ്റ്. ഈ അവസ്ഥയിൽ ഫിയത്തോറിന് ഞാൻ ഓഫർ ചെയ്യുന്നത് ഒരു സേഫ് ഹെവൻ ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫുൾ സപ്പോർട്ടോട് കൂടിയ ഒരു വർക്കിംഗ് സ്പേസ്. Z കാറ്റഗറി ഡ്രഗ്സ് കേരളത്തിൽ കൺചെക്ഡ് ലൈൻ ചെയ്യിക്കാനുള്ള സൗകര്യം. ദാറ്റ്സ് മൈ ഓഫർ. ആൻഡ് ഐ മീൻ ഫ്ലാക്ക, EX2129, വൂങ്ക, ക്രിസ്ത്യൻ മീത്ത് ആൻഡ് ഈവൻ ക്രൊക്കഡൈൽ. ഇനി ആ ലൂസിഫർ സിനിമയിലെ തന്നെ രാജുവേട്ടൻ്റെ ഡയറക്ടർ പൃഥ്വിരാജ് സാറിന്റെ ചേട്ടൻ ഇന്ദ്രജിത്ത് അവതരിപ്പിച്ച ഒരു ഗോവർദ്ധൻ എന്ന കഥാപാത്രം. രചി ഖുറേഷി അബ്രഹാം ഗാംഗിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ലോകത്തിലാണ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ട്രേഡ് കൺട്രോൾ ഇൻ ഇൻഫേമസ് സെക്സസ്. ദേ ആർ ബാക്കിംഗ് മണപ്പാട്ടിൽ ആൻഡ് ഹെൻസ് ദ യു. നോ 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 നോ, ദേ എക്സിസ്റ്റ്. ലോകത്ത് എല്ലായിടത്തും പ്രസൻസ് ഉണ്ട്. ഇലുമിനാറ്റി. യെസ്, ഐ നോ സ്റ്റീഫൻ നെടുമ്പള്ളി, ഐ നോ ഹു ഈസ്, ബട്ട് അയാൾക്കെതിരെ എൻ്റെ തെളിവുകളൊന്നുമില്ല. ഇനി നമ്മൾ സ്പോട്ട് ഡബ് ചെയ്യുന്ന ആ സൂപ്പർ താരം ശ്രീ പൃഥ്വിരാജ് സാറിന്റെ, അദ്ദേഹത്തിന്റെ വേറെ ഒന്ന് രണ്ട് വേരിയേഷൻസ്. നാദർഷിക്ക ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, ഒന്ന് ഫോൺ ചെയ്യൂ അദ്ദേഹത്തിനെ. ഫോൺ ചെയ്യണം? പൃഥ്വിരാജ് ചേട്ടനെ, രാജുവിനെ ഫോൺ ചെയ്യണം. ശരി ശരി, ഓക്കെ. അപ്പൊ ഫോണിൻ റെഡി. അത് വേണം. ഹലോ ഹലോ, പറയൂ കേട്ടോ, പറയൂ. എവിടെയുണ്ട് ഇപ്പോൾ? ഞാനിപ്പോൾ എംപുരാൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കിലാണ്. ഇപ്പോൾ കാലിഫോർണിയയിൽ ഒരു മീറ്റിങ്ങിലാണ്. എനിക്കറിയാം ചേട്ടൻ എന്തിനാണ് വിളിച്ചതെന്ന് എനിക്കറിയാം. കാരണം അമർ അക്ബർ അന്തോണിയുടെ 2ാം ഭാഗം. ചേട്ടൻ എനിക്ക് കുറച്ച് സമയം തരണം, ഒരല്പം സമയം തരണം. എന്തായാലും നമുക്ക് ഞാനും അത് വളരെ ഈഗർലി വെയിറ്റിംഗ് ആയിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. താങ്ക് യു സോ മച്ച് ചേട്ടൻ. സുഖമായിരിക്കുന്നു? ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു. താങ്ക് യു. ആ ഇടയ്ക്കുള്ളൊരു വെള്ളി ശബ്ദം പോലും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വേറൊരു വേരിയേഷൻ ഉണ്ടോ അതോ സ്പോട്ട് ഡബ്? ഇനി സ്പോട്ട് ഡബിലേക്ക് ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ സ്പോട്ട് ഡബ്. ഓക്കെ, കാണുന്നതാണ് സ്പോട്ട്. ഓക്കെ. ഒരു 2ാം ക്ലാസ്സുകാരന്റെ പാഠപുസ്തകത്തിൽ ഇതുപോലെ ഫെയർ അഗ്ലി എന്ന് വേർതിരിച്ച് കാണിച്ച് ഒരു 6 വയസ്സുകാരന്റെ മനസ്സിൽ അവനെ പറഞ്ഞു പഠിപ്പിക്കുന്ന നിറത്തിന്റെ രാഷ്ട്രീയം. ദ പൊളിറ്റിക്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, ദ പൊളിറ്റിക്സ് ഓഫ് ഹെയ്റ്റ്. എന്തിന് കോടതിയെ കൊണ്ടുപോലും അവരെ കണ്ടാൽ അറിയില്ലേ എന്ന് പറയിപ്പിച്ച പച്ചയായ ജാതിയുടെ രാഷ്ട്രീയം. 4 പേരെ ഉടുവസ്ത്രമഴിച്ച് തെരുവിൽ തല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ലേ? മാംസം കടത്തിയതിനൊരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. അതങ്ങ് UP-യിലല്ലേ? പോലീസ് മർദ്ദനമേറ്റ് കസ്റ്റഡിയിൽ വെച്ച് 2 പേർ കൊല്ലപ്പെടുന്നു. അതങ്ങ് തൂത്തുക്കുടിയിലല്ലേ? വിശപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിന് ഒരു ആദിവാസി യുവാവിനെ കൂട്ടം കൂടി തല്ലിക്കൊല്ലുന്നു. അതിങ്ങ് കേരളത്തിലല്ലേ? അല്ല, ഇതെല്ലാം നടന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ. അപ്പൊ കൂടുതൽ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, അവരെത്രത്തോളം എൻജോയ് ചെയ്തു എന്ന്. ഐ സ്റ്റാർട്ട് വിത്ത് നാദിക. ഗംഭീരം കേട്ടോ, ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. പിന്നെ രാജുവിൻ്റെ മാത്രമല്ല, ആ ഫാമിലിയിലെ അദ്ദേഹത്തിൻ്റെ ബ്രദർ ഇന്ദ്രജിത്തിൻ്റെ ശബ്ദം, പിന്നെ വിനീത് സാധാരണ കാഷ്വലായിട്ട് സംസാരിക്കുന്ന ശബ്ദം. പിന്നെ അത് തന്നെയല്ല എനിക്ക് ഫീൽ ചെയ്തത്, സാധാരണ ഞങ്ങൾ പലപ്പോഴും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് മറ്റേ പടത്തിൻ്റെ ടൈമിലൊക്കെ. ആ ടൈമിലൊക്കെ സംസാരിക്കുമ്പോൾ കറക്റ്റ് ഇത് മോഡുലേഷനും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. അതെ അതെ.
പക്രുചേട്ടാ, ഞാൻ പക്രുചേട്ടൻ്റെ അടുത്തേക്ക് വരുന്നതിന് മുന്നേ ഒരു കാര്യം കണ്ടുണ്ടേ. നമ്മുടെ ഈ താരത്തിരുമറി എന്നൊരു സെഗ്മെന്റ് ഉള്ളു, പക്രുചേട്ടൻ അറിയാലോ. അപ്പൊ ആ താരത്തിരുമറിയും കൂടി നമുക്ക് മിഥുനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഞാൻ പക്രുചേട്ടൻ്റെ അടുത്ത് തിരിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് കേട്ടോക്കാം. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോരം? നമ്മള് താമരശ്ശേരി ചോരന്ന് ഒരിക്കൽ ആ ചോരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് എന്നിട്ട് അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ, കുയ്യി ഇറക്കല്ലേ, പണ്ടാരടങ്ങ ഇതുണ്ടോ, പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ. ഇത് ആരുടെ വോയിസിൽ പറയണം? രാജുചേട്ടന്റെ വോയിസിൽ പറയണം. ഒരു ഇച്ചിരി കാറ്റോ. താമരശ്ശേരി ചുരം, നമ്മുടെ താമരശ്ശേരി ചുരന്ന് ഇതിങ്ങനെ അപ്പുറം ഇപ്പുറം ഭയങ്കരമായ കൊക്കയല്ലേ കൊക്ക. ഒരു കടുകുമണി വ്യത്യാസത്തിന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ വീണാ മതി, നമ്മുടെ എഞ്ചിൻ തവിടുപൊടി. പിന്നെ ഇതിന്റെ ബ്രേക്ക് അങ്ങ് പോയി, എയറോപ്ലെയിൻ വിട്ട മാതിരി ഇന്നിങ്ങനെ ഒറ്റ പാച്ചില. പിന്നെ അവസാനം ചെന്ന് ആൽമരത്തിന് ഒരൊറ്റ കുത്താണ്. ആൽമര അപ്പോഴേ തവിട് പൊടി. എന്നിട്ട് PWD എഞ്ചിനീയർ എന്നോട് പറയാണ്, നീ സുലൈമാനല്ല ഹനുമാനാണെന്ന്. സൂപ്പർ, അത് അടിച്ചു പൊളിച്ചു. പക്രുചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? മിഥുനെ ഗംഭീരായി. കാരണം ഓരോന്നും മിഥുൻ ചെയ്യുന്ന എല്ലാത്തിനും മിഥുൻ്റെതായ ഒരു സിഗ്നേച്ചറാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റാണ്. ഇതിന്റെ പെർഫോമൻസുകൾ പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ മിമിക്രി കലാകാരന്മാർ ഒരുപാട് പേർ അനുകരിക്കുന്ന ഒരു താരമാണ്, സൂപ്പർ താരമാണല്ലോ. പക്ഷെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഡിറ്റോ ആയിട്ട് ചെയ്യുന്ന ഒരാളെ മിഥുൻ ആരാന്ന് പേര് പറയും. അത് രാജു എന്നുള്ളതല്ല, ഇന്ദ്രജിത്തിന്റെ. മിഥുൻ ഇനിയും ഇതുപോലെ ഗംഭീരമായ പെർഫോമൻസുകൾ സംഭവിക്കട്ടെ. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടിരിക്കട്ടോ. ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇത്രയും പൃഥ്വിരാജിന്റെ വോയിസ് ഇത്രയും നന്നായിട്ട് ചെയ്യുന്നത് ഞാനും വേറെ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, അപ്പൊ നമുക്ക് ഓക്കെ തോന്നും. പക്ഷെ ഇത് പൃഥ്വി വന്ന് നിൽക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്തു, ഇവിടെ ഉണ്ടെന്ന് തോന്നി. യെസ്, അപ്പോ താങ്ക് യു സോ മച്ച് ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഞങ്ങൾക്ക് തന്നതിന്.